കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം ബ്ലെസ്ഡ് എമംഗ് വിമൻ ജോയിൻ ബിലീവിംഗ് ഗോഡ്സ് പ്രോമിസസ്. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം എന്നുള്ളതാണ്. ഈ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ഭാഗമാണ്. ഈ വേദഭാഗം പ്രതിപാദിക്കുന്നത് സെക്കറിയ പുരോഹിതന്റെ ഭാര്യ വൃദ്ധയായ എലിസബത്തും നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിലെ കന്യകയായ മറിയയും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയാണ്. ദൈവിക വാഗ്ദത്ത നിവൃത്തിയും സെക്കറിയാവ് എലിസബത്ത് ദമ്പതികളുടെ പ്രാർത്ഥനയുടെയും ഫലമായി വാർദ്ധക്യത്തിൽ യോഹന്നാൻ എന്ന ശിശുവിനെ 6-ാം മാസം ഗർഭത്തിൽ വഹിക്കുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച. യോസെഫ് എന്ന ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യക മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതനാൽ ലഭിച്ച അരുളപ്പാട് പ്രകാരം തനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചുവെന്നും താൻ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നും ആ ശിശു ദൈവത്തിന്റെ പുത്രനാണെന്നും അരുളപ്പാട് ലഭിച്ച ഒരു സമയവും. ഇരുവരുടെയും ഗർഭധാരണയിൽ അത്ഭുതവാഹങ്ങളായ ചില ഘടകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. വയസ്സ് ചെന്നവളും ഗർഭധാരണത്തിന് മാനുഷികമായി യാതൊരു സാധ്യതയും ഇല്ലെന്നിരിക്കെ ദൈവഹിതപ്രകാരം യോഹന്നാൻ എന്ന പൈതലിന് ജന്മം കൊടുക്കാൻ പോകുന്ന എലിസബത്ത് കന്യകയും വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ മറിയയ്ക്ക് പരിശുദ്ധാത്മ നിയോഗത്താൽ താൻ ജന്മം നൽകാൻ പോകുന്ന ദൈവത്തിന്റെ പുത്രൻ യേശു. ഈ രണ്ട് സംഭവങ്ങളും അടിവരയിട്ട് പറഞ്ഞൊരു സത്യം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് മറിയയെക്കുറിച്ച് പറയുവാനിടയായത്? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് മറിയ വിശ്വസിച്ചതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന ചിന്തയാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് തരുന്ന ഉൾക്കാഴ്ച. പലപ്പോഴും ദൈവിക വാഗ്ദാനങ്ങളിൽ നാം സംശയാലുക്കളാണ്. എന്നാൽ ദൈവത്തിന് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് ഒരു സമയവും സന്ദർഭവുമുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദാനം നിറവേറപ്പെട്ടത് 25 വർഷം കഴിഞ്ഞാണ്. യോസെഫിന്റെ ജീവിതത്തിൽ താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായത് 13 വർഷം കഴിഞ്ഞാണ്. ഹന്നായുടെ ജീവിതത്തിൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ശമൂവേൽ ബാലൻ ജന്മം നൽകിയത് 1 വർഷം കഴിഞ്ഞാണ്. അതുകൊണ്ട് ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അതിൽ കൂടെ ലഭിക്കുന്ന സന്തോഷം അനുഭവിപ്പാൻ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ദൈവം നമ്മൾ സഹായിക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, യേശു പൈതലിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ദൂതൻ നൽകിയ വലിയ പ്രഖ്യാപനമാണ് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്നുള്ളത്. ഈ ഒരു പ്രത്യാശയോടെ കൂടെ ദൈവിക വാഗ്ദാന പൂർത്തീകരണത്തിൽ സന്തോഷിപ്പാൻ ഈ ക്രിസ്മസ് കാലം ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.